ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്മീൻ പൊള്ളിച്ചതാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല വീതിക്ക് കട്ട് ചെയ്ത 3 സ്ലൈസ് നെമ്മീനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിട്ടുള്ളത് 1/4 കിലോ ചെറിയുള്ളിയും 1 നാരങ്ങ വലുപ്പത്തിന് പുളിയും. പിന്നെ എടുത്തിട്ടുള്ളത് 3 സവാള, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ആദ്യം മീൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മസാല മീനിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കുരുമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നീട് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല വഴന്നു വരുമ്പോൾ അതിലേക്ക് പുളി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചെറിയ ഉള്ളിയും പുളിയെല്ലാം നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഈ മസാല ഒന്ന് ചൂടാറാൻ വയ്ക്കുക. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അടുത്തതായി മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കാം.
സവാള നന്നായിട്ട് വഴന്നു വന്ന ശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ മിക്സ് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് വീണ്ടും കുറച്ച് നേരം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഈ മിക്സിൻ്റെ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പൊള്ളിച്ചെടുക്കാനായിട്ട് വാഴയില വാട്ടിയെടുക്കാം. ആദ്യം വാഴയിലയിലേക്ക് കുറച്ച് മസാല തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മസാല തേച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് സവാളയും കറിവേപ്പിലയും വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാഴയില മടക്കി പൊള്ളിച്ചെടുക്കാം. പൊള്ളിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഴയില വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ നെമ്മീൻ പൊള്ളിച്ചത് റെഡിയായി കിട്ടും. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു.